ഹായ് എവരി വൺ. 7th CBSEയിൽ നിന്ന് നമ്മൾ 8th CBSEയിലേക്ക് പോവുകയാണല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ UPയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. ഹൈസ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠനത്തെ കാണേണ്ട ഒരു സമയമാണ്. 9th 10th ഒരു ഫൗണ്ടേഷനാണ് ശരിക്കും ഈ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ 9th 10th നമുക്ക് നല്ല ഈസി ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8th ഒരു ചെറിയ പ്രശ്നമുണ്ട്. 8th ഓൾറെഡി ഞാൻ പറഞ്ഞു കുറച്ച് ടഫായിരിക്കും 7th അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഒക്കെ അതിൻ്റെ പാറ്റേൺ എല്ലാം മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൊക്കാബുലറി ആണെങ്കിലും അതുപോലെ ഗ്രാമർ ആണെങ്കിലും അതുപോലെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണെങ്കിലും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇനി വരാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ CBSE തന്നെ അവരൊരു ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബ്രിഡ്ജ് കോഴ്സിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സിലബസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ 8th CBSE ഓൺലൈൻ ബാച്ചാണ് യോധ ബാച്ച്. അപ്പോൾ ഈ യോധ ബാച്ചിൽ നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നമുക്ക് യോധ ബാച്ചിൽ കാണാം.